Hello, good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. സുഖാണോ എല്ലാവർക്കും? Yes, ma'am. 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 How is your classes? All going good. നന്നായിട്ട് പോണോ ക്ലാസ്സിലൊക്കെ? Yes, ma'am. Going good. Okay, very good. ടൈം ടേബിൾ തന്നില്ല. ഒരു ചെറിയ കറക്ഷൻസും കൂടിയും ടൈം ടേബിളിൽ നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വരുമ്പോ കാണാമല്ലോ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് നോട്ട് കാണുമ്പോഴും ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന നോട്ട് കാണുമ്പോഴേക്കും അറിയാൻ പറ്റും. Who's noticed this and who is going to conduct your class that particular ടൈമിലൊക്കെ ആരാണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ കുറച്ച് 2-3 ദിവസം കൊണ്ട് അത് ശരിയാകും. ടൈം ടേബിളിൽ കുറച്ച് കറക്ഷൻസ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, ma'am. Yes, ma'am. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് യു ഹാവ് സ്റ്റഡി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാ പഠിച്ചേ? Medical department, supportive department, and general department. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തേ? Medical department, Medical department, പറയാമോ? Medical department supported at general department, the diagnosis തുടങ്ങുന്നു. ജൂബി പറയാമോ? മെഡിക്കൽ ജൂബി ഡിപ്പാർട്ട്മെന്റ് വർഗീസ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിയത് അവിടെയാണോ? general department എടുത്തിട്ടുണ്ട്. മോർച്ചറി വരെ എടുത്തത്. ഹൗസ് കീപ്പിംഗ്, മോർച്ചറി, ലോണ്ടറി. ഓക്കെ. യെസ്, നമ്മൾ മോർച്ചറി എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആർ ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് അതാണ്. അതിൽ നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന മോർച്ചറി വരെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ വരെയാണോ എടുത്തേ? അതെ, മോർച്ചറി വരെ. മോർച്ചറി വരെ നമ്മൾ നോട്ട് ചെയ്തിരുന്നോ? Yes, ma'am. Yes, ma'am. യെസ്, ഓക്കെ. നമുക്ക് അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കണ്ടു there are further classifications such as therapeutic, general, diagnostic and informative. അല്ലെ? അതിനകത്ത് തെറാപ്യൂട്ടിക്കിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ആൻഡ് ദ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് CSSD, ഹൗസ്കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരും. അതിന്റെ കുഞ്ഞു കുഞ്ഞു എക്സ്പ്ലനേഷൻസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അവിടെ വരെ നമ്മൾ നോട്ടൊക്കെ എഴുതിയതാണ്. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ സപ്പോർട്ടിങ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ, പ്രോപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ there should be some other departments. അതായത് നമുക്ക് അതിനു വേണ്ടി സഹായിക്കുന്നത് ഇപ്പൊ ചികിത്സാപരമായിട്ടുള്ള തെറാപ്യൂട്ടിക് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഹോസ്പിറ്റൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. സോ നെക്സ്റ്റ് ഇൻ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. മ്യൂട്ട് ചെയ്യോ? ആരോ അവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അത് മ്യൂട്ട് ചെയ്യുക. എല്ലാവരും മ്യൂട്ട് ചെയ്യാട്ടാ. ആരൊക്കെയോ മ്യൂട്ട് ചെയ്യാതെ ഉണ്ട് അവിടെ. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെയാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക. ഓക്കെ.
സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവിലെ ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസ്റ്റിക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? To understand what is the problem related to that disease or illness. ഏതെങ്കിലും രോഗവുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ചില ടെക്നിക്സ് നമുക്ക് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ് കിട്ടുക. ആൻഡ് ദിസ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ലബോറട്ടറിയും ലാബ് ടെസ്റ്റുകളൊക്കെ നടത്താനേ നമ്മുടെ ബോഡിക്കകത്തുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് എന്താ പറയാ ഏതെങ്കിലും ഡിസീസസിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അതിന്റെ കോസ് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി എന്ന് പറയുന്നത്. ലാബ് ടെസ്റ്റുകളാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി മ്യൂട്ട് ചെയ്യാത്തവരുണ്ടോ? മ്യൂട്ട് ചെയ്യൂ. അവിടെ ആരൊക്കെയോ മ്യൂട്ട് ചെയ്യാൻ പറയണ്ടല്ലോ. പ്ലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞാൻ സമയം തരാം. അതർവൈസ് ഈ മ്യൂട്ട് ചെയ്യാതിരുന്നാൽ നമ്മളെയൊക്കെ ഒരു ഗുണമില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പോലെ വരും, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും, ആർക്കും ക്ലിയർ ആകില്ല, ഒരുപാട് സമയം പോകും, എന്റെ ടോപ്പിക്ക് തീരെയില്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഓക്കെ, യെസ്. അപ്പോ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് എന്താ? നമുക്ക് ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ലാബിലൊക്കെ പല കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളവരാണ്. ഡോണ്ട് യു നോ what is the function of a laboratory? എന്തായിരിക്കും ഒരു ലബോറട്ടറിയിൽ ചെയ്യാം? ലാബിൽ ലാബ് ടെസ്റ്റുകളാണ് അല്ലെ? ലാബ് ടെസ്റ്റുകൾ മീൻസ് ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡുകളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ വയറിനകത്തുള്ള പല അസുഖങ്ങൾക്കും നമുക്കറിയാം യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫേസസ് അതായത് സ്റ്റൂളൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒത്തിരി മോഷനെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഒത്തിരി ബോഡി ഫ്ലൂയിഡുകൾ എടുത്തിട്ട് പല പല ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഫിസിഷ്യൻസ് ഓർ സ്പെഷ്യലിസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കോസ്, എന്തുമായി ബന്ധപ്പെട്ട രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക്കില് ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇവിടെ നടക്കുന്ന മറ്റൊരു ഫംഗ്ഷനും ഉണ്ട് ഡയഗ്നോസ്റ്റിക്കില്. അതെന്താണ്? റേഡിയോളജി. ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് വിച്ച് ഈസ് പാസ്ഡ് ത്രൂ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയോ ഐസോടോപ്സ് ആയിട്ടുള്ള റേസ് പലതരത്തിലുള്ള റേസുകളൊക്കെ കടത്തിവിട്ടിട്ട് നമുക്ക് രോഗനിവാരണത്തിന് വേണ്ടിയിട്ടാണ്, രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ആണ് എവിടെ നടക്കുക? റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നടക്കുക. യു ഹാവ് ടു സ്റ്റഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് റേഡിയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ വരുന്നുണ്ട്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ഡീറ്റെയിൽ. അതിന്റെ മോർ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. So diagnostic under supportive department is divided into laboratory and radiology. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരാം, ലബോറട്ടറിയും റേഡിയോളജിയും. ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നാലായിട്ട് അതിന്റെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. Then the next one in supportive department is informative. That means the informations related to the medical resources and also the informations of patients. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അറിയാം ഒരുപാട് മെഡിസിൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് മെഷീനറീസ് ഉണ്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള. പിന്നെ ഒത്തിരി എന്താ പറയാ മറ്റ് അസറ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഒരുപാട് മെഡിക്കൽ റിസോഴ്സസ് ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ എ റെക്കോർഡഡ് സ്റ്റേജ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. കാരണം എന്താ? ഫർദർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വെരിഫിക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെയുള്ള അസറ്റുകൾ, മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, വിചാരതെ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ ഉള്ള പർപ്പസിന് ദേ ഷുഡ് ബി കെപ്റ്റ് ഇൻ സം റെക്കോർഡ്സ്. Nowadays, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ദിസ് റെക്കോർഡ്സ് ആർ കെപ്റ്റ് ഇൻ എ സ്മോൾ മെഷീൻ വിച്ച് ഈസ് കോൾഡ് കമ്പ്യൂട്ടർ അല്ലെ? കമ്പ്യൂട്ടറിൽ പല കാര്യങ്ങളായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും ഫയലുകളിൽ. അപ്പോൾ ദേ ക്യാൻ യൂസ് ഇറ്റ് whenever they need it, they can retrieve that data from the computer system. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണോ? അതിന്റെ സ്റ്റോക്ക് എത്ര, മെഡിസിൻസിന്റെ സ്റ്റോക്ക് എത്ര, ഏതൊക്കെ എക്യുപ്മെന്റുകൾ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ we can go through that by retrieving the data which you have saved in the file. കമ്പ്യൂട്ടറിലെ ഫയലുകളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഇൻഫോർമേഷൻസ് റിലേറ്റിംഗ് ടു ദ പേഷ്യൻസ്. IT എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫോർമേഷൻസ് അബൌട്ട് ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ശുശ്രൂഷയ്ക്ക് ആയിട്ട് വരുന്ന രോഗികളുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. ഇന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ OP-യിൽ ചെന്നിട്ട് when you are taking the tickets, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്
ചീട്ട് എടുക്കുന്ന സമയത്ത് they will ask a number which is the OP number ചോദിക്കും. So while they are typing that OP number, they can retrieve all the informations which have been saved in that particular file. നമ്മളുടെ ആ നമ്പർ വെച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആയിട്ട് നമ്മുടെ OP നമ്പറിൽ സേവ് ചെയ്ത് വെക്കാം. അതെല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ നെയിം, നമ്മുടെ ഏജ്, വെദർ മെയിൽ ഓർ ഫീമെയിൽ, ഓൾ ദീസ് തിങ്സ് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി അടക്കം കഴിഞ്ഞ എപ്പോഴൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ സന്ദർശിച്ചത്, അതെന്ത് രോഗമായിട്ടുള്ള ഇത് ഇത്തരം ഡീറ്റെയിൽസ് വിച്ച് ഡോക്ടർ യു ഹാവ് കൺസൾട്ടഡ്, ഇതൊക്കെ അവിടെ അവിടെ വെച്ചിട്ടുണ്ടാവും സേവ് ചെയ്ത്. സോ ഇത്തരം ഇൻഫോർമേഷൻസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അത്തരം ഇൻഫോർമേഷൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും. സോ ദ ക്യാൻ കളക്ട് ദാറ്റ് ഫ്രം ദ ഡാറ്റ, ആ ഡാറ്റയിൽ നിന്നും എടുക്കാൻ പറ്റും. ദീസ് ഓൾസോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് നമ്മുടെ എന്താ പറയാ ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്തത്. ഇൻഫോർമേഷൻസ് അബൌട്ട് മെഡിക്കൽ റിസോഴ്സസ് ആൻഡ് ഓൾസോ ദ പേഷ്യൻസ്. ക്ലിയർ? ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതെന്ന് മനസ്സിലായോ? Yes. Now the last one in hospital department. ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റിൽ അവസാനം വരുന്ന തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. First one, administrative, is also again divided into administrative, finance and human resource. Administrative, what do you mean by administrative? Administration. അതായത് അവിടുത്തെ പ്രോപ്പർ മാനേജ്മെന്റ്, കൺട്രോൾ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. വെദർ ദ ഹോസ്പിറ്റൽ ഈസ് വർക്കിംഗ് പ്രോപ്പർലി, സ്മൂത്ത് ഫംഗ്ഷൻ ഉണ്ട്, വെദർ ദ പേഷ്യൻസ് ആർ ഗിവൺ ഗുഡ് സർവീസ് ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽസിൽ നല്ല സേവനങ്ങളാണോ ഇവർക്ക് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ, എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഭാഗം. ദാറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഫിനാൻസ്. The hospital have many dealings with their finance. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഡീലിങ്സ് ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട് അല്ലെ. പേഷ്യൻസ് പേ their money as fees and for the മെഡിസിൻസിന് വേണ്ടിയും ടെസ്റ്റുകൾ നടത്തുമ്പോഴും കൺസൾട്ടേഷൻ ഫീസ് ആയിട്ടൊക്കെ ഒരുപാട് എമൗണ്ടുകൾ പേഷ്യൻസ് കൊടുക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ, അതായത് മെഡിക്കൽ ക്ലെയിം ഒക്കെ ഉള്ളവര്, തേർഡ് പാർട്ടീസ് ഓർ ഇൻഷുറൻസ് കമ്പനീസ് വിൽ പ്രൊവൈഡ് സച്ച് എമൗണ്ട് ഫോർ ദ പേഷ്യന്റിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയോ തേർഡ് പാർട്ടിക്കാരോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാഷ് സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഇൻകമിംഗ് മാത്രമല്ല ഔട്ട് ഗോയിങ്സും ഉണ്ട്. ദേ ഹാവ് ടു പർച്ചേസ് മെഡിസിൻസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വേണ്ട, കാർഡിയോളജിയിലേക്ക്, ഓർത്തോയിലേക്ക്, അല്ലെങ്കിൽ ENT-യിലേക്ക്, ഓരോ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വേണ്ട മെഡിസിൻസ് ഹോസ്പിറ്റലിൽ വേണം അല്ലെ. ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം. സോ അതിനുവേണ്ടി പേയ്മെന്റുകൾ നടത്തും. അപ്പൊ ക്യാഷ് ഡീലിങ്സ്, ഹോസ്പിറ്റൽസിന്റെ എല്ലാ തരത്തിലുള്ള ക്യാഷ് ഡീലിങ്സും, സാലറി ടു ബി പെയ്ഡ് ടു ഈച്ച് ആൻഡ് എവരി സ്റ്റാഫ്, കൊടുക്കേണ്ട സ്റ്റാഫുകൾക്കൊക്കെ ഉള്ള സാലറി കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഓൾ ദീസ് തിങ്സ് ടു ബി കെപ്റ്റ് ഓർ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ അവരായിരിക്കും അതിന് റെസ്പോൺസിബിൾ. അപ്പൊ ക്യാഷ് ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഹോസ്പിറ്റൽ അതോറിറ്റീസുകൾക്ക് ഉണ്ടെങ്കിൽ they can go to the finance department, അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. And the last one is human resource under administrative department. The administration is to be properly done in human resource or manpower. You know that manpower or human resource is the main component or the important component of any organization. ഏത് സംരംഭം എടുത്തു നോക്കിയാലും ഇല്ലേ, ഹ്യൂമൻ റിസോഴ്സസിനെ കൂടാതെ the organization cannot succeed. വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഇത്ര വലിയ എന്താ പറയാ ഒരു വലിയ ഗ്രൂപ്പിനെ നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I think there are 142 students watching me now and you are hearing me. ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാതെ നിങ്ങളിപ്പോ ഈ ഒരു സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചോ എന്ന് പറയുമ്പോൾ അതൊരു നല്ല രീതിയിലുള്ള പഠനമാവില്ല. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് അണ്ടർസ്റ്റാൻഡ്. ഈച്ച് ആൻഡ് എവരി വൺ കനോട്ട് ഫോളോ വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ നോട്ട്സ്. ആ നോട്ടിൽ എഴുതിയിരിക്കുന്ന എല്ലാം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വരില്ലല്ലോ. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. അത് അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങളെ അറിയിക്കുക. ഫോർ ദാറ്റ് പർപ്പസ് എ മാൻ, ഒരു മനുഷ്യൻ അവിടെ ആവശ്യമാണ്. അപ്പൊ അതൊരു ഹ്യൂമൻ പവർ ആണ്, അതായത് മാൻ പവർ ആണ്. എല്ലാ ഓർഗനൈസേഷനിലും ഒരുപാട് ഒരു വൈഡ് റേഞ്ച് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളൊന്ന് ഹോസ്പിറ്റൽസിലേക്ക് ഒന്ന് നോക്കിയേ, ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പോയി നോക്കിയേ. there are different types of different departments വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, പിന്നെ എന്താ പറയാ വർക്കേഴ്സ്, ക്ലീനിങ്ങിനും മറ്റ് സെക്ഷൻസിലും ഒക്കെ ഉള്ള വർക്കേഴ്സ്, കിച്ചൺ,
there are a lot of people working in a hospital. So each and every people, that is totally they are known as human resource. അവരെല്ലാവരും കൂടി നമുക്ക് ഒറ്റ പേരായിട്ട് പറയുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ്. ആൻഡ് ദേ ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് മാനേജ് ചെയ്യണം. എന്നെ ഇവിടെ ടീച്ചറായിട്ട് നിർത്തിയിട്ട് വെദർ ഐ ആം ഡൂയിങ് മൈ ബെസ്റ്റ്, they have to make sure, ഇവിടുത്തെ മാനേജ്മെന്റ് അത് മേക്ക് ഷുവർ ചെയ്യണം. എന്ത്, ഞാൻ എന്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന്, വ്യക്തമായി നിർവഹിക്കുന്നുണ്ടോ, ക്ലിയർ ആയിട്ട് നിർവഹിക്കുന്നുണ്ടോ, നിങ്ങൾക്കതൊക്കെ മനസ്സിലാകുന്നുണ്ടോ. ഇടയ്ക്ക് ഒന്ന് കയറി കുട്ടികളോട് അവരുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാ അല്ലെ. ഏത് ടീച്ചർ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതോ ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നോട് എന്റെ കാര്യം നിങ്ങൾ പറയാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഓക്കെ ഗോയിങ് ഗുഡ് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് ഓരോരുത്തരെയും കുറിച്ച്. അപ്പൊ ഓരോ ജോലിയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവസാനിച്ചു എന്നല്ല. മാനേജ്മെന്റ് ഓരോ ആളുകൾക്കും ഓരോ ജോലികൾ അലോട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ദർ വർക്ക് പ്രോപ്പർലി ആൻഡ് വെരി സ്മാർട്ട്ലി. വളരെ സ്മാർട്ടായിട്ടും വളരെ ക്ലിയർ ആയിട്ടും ഒക്കെ അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് അവർ എൻഷുർ ചെയ്യണം. അതാണ് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതും ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇറ്റ് കംസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിലാണ് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരിക. സോ here in the last classes and now we have studied different departments of a hospital, which is classified broadly into 3: medical departments, supportive departments, and administrative departments. In medical department, we know that there are 2 classifications, OPD and IPD. In supportive department, it is further classified into therapeutic, general, diagnostic, and informative department. And the third classification is administrative department, which administers administrations, finance, and also the human resource. Can you follow? Yeah. Yes, ma'am. നമ്മൾ ഈ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരു ദിവസം കൊണ്ട് നമ്മൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് പരിചയപ്പെട്ട് തീർന്നു. പക്ഷേ ഇത്രയും മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. സോ ആ ഒരു ടേബിൾ നിങ്ങൾക്കൊന്ന് മനസ്സിലായോ ഇല്ലേന്നൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് you go through this. മാം അഡ്മിനിസ്ട്രേറ്റീവ് ഒന്നുകൂടെ പറയാമോ? ഏതാ പറഞ്ഞത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ആരും ചോദിച്ചത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയില്ല? ഇല്ല, ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? റേഞ്ച് കട്ടായിപ്പോയി. Administration. The meaning of administration is to manage and control. അതിനെയാണ് അതിന്റെ മീനിങ്. ഒന്ന് മാനേജ് ചെയ്യുക, ഒരു കുറെ നിയന്ത്രണങ്ങളൊക്കെ. അഡ്മിനിസ്ട്രേറ്റ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒന്ന് നോക്കി കാണുക. അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകളൊക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവർ ചെയ്തോളും എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ട്രസ്റ്റിൽ, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അവരെ സന്ദർശിക്കുക കാര്യമില്ല. എപ്പോഴും ഈച്ച് ആൻഡ് എവറി ടൈം സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ ആ ഒരു ചെയ്യുന്ന ജോലികളെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ വി ഹാവ് ടു കളക്ട് ഇറ്റ്. That is called administration. So administration as a whole, a hospitalന്റെ മൊത്തം മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ മൊത്തം ഒരു നോക്കി കാണൽ, ഒരു മേൽനോട്ടം, അത് വേണം. പിന്നെ മാത്രമല്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനകത്ത്, ഫിനാൻസ് മീൻസ് ദ പേയ്മെന്റ് ആൻഡ് റിസിപ്റ്റ് ഓഫ് ക്യാഷ് ഡീലിങ്സ് അല്ലെ, ക്യാഷ് വരുന്നത് പോകുന്നതൊക്കെ ഡീൽ ചെയ്യുന്ന അത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏത് സംരംഭം എടുത്താലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ചാപ്റ്റർ നമുക്ക് വലുത് പഠിക്കാൻ കേട്ടോ. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ബുദ്ധിമുട്ടാണ് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ട് ശരി ആ വഴിക്ക് നോക്കണ്ട എന്ന് വിചാരിക്കാനല്ല. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യണത് ടാസ്ക് ആണെങ്കിൽ കൂടി മാനേജ് ചെയ്യണം. കാരണം മനുഷ്യന്മാരെ
മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ ഇച്ചിരി പാടാ. കാരണം നമ്മൾ എല്ലാവരും ഒരുപോലത്തെ മനുഷ്യരല്ലല്ലോ. വി ഹാവ് ഡിഫറെന്റ് ഫീലിങ്സ് അല്ലെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മൂഡ്സ് ആണുള്ളത്, ഡിഫറെന്റ് ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് സെൻസിറ്റീവ് മോഡലിലും എന്താണ് എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ ഇവരൊക്കെ മാനേജ് ചെയ്ത് നോക്കി നടത്തുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം. ആ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മള് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇനി അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു ഫസ്റ്റ് പേജ് മാത്രമേ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത ഇതിലേക്ക് പോകാം. ആ ഒരു ടേബിള് ഇനി എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. Can I? Yes, ma'am. ഒരു വലിയ ടേബിൾ പോലെ അങ്ങോട്ട് ഒരു ഔട്ട്ലൈൻ, ഒരു ചാർട്ട് പോലെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. നമ്മൾ വി ആർ ഗോയിങ് ടു ലേൺ വാട്ട് ആർ ദ ഡീറ്റെയിൽഡ് ഓഫ് ദിസ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, സോ സീ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3. മൂന്നായിട്ടാണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇൻ ദിസ് വി ആർ ഗോയിങ് ടു നൗ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രൂപമാണ്. സി, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഇറ്റ് ഫങ്ഷൻസ് ആസ് OPD ആൻഡ് IPD. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് one is OPD and one is IPD. As you know that OPD is outpatient service and IPD is inpatient department. ആ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന സേവനമാകുമ്പോൾ അത് സർവീസ് ആയി മാറി. That's all. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും, വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദീസ് 2 ഡിപ്പാർട്ട്മെന്റ്സ്. ഈ 2 ഡിപ്പാർട്ട്മെന്റുകളും എന്തൊക്കെ സേവനങ്ങളെ കൊടുക്കുന്നതെന്നാണ് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. സി, ഇൻപേഷ്യന്റ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഇൻപേഷ്യന്റ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ എ ഹോസ്പിറ്റൽ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസ് ഏതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഒത്തിരി മറ്റ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസിൽ ഇൻപേഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്, അവിടെ കിടന്ന് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നവർക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാകാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പേഷ്യന്റ് റൂംസ്. The patient should be provided rooms or wards. അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം. ഹോസ്പിറ്റൽസിന്റെ അവർ തന്നെയാണ് ആലോചിക്കേണ്ടത് വെദർ റൂം ഓർ വാർഡ് ഈസ് അവൈലബിൾ ടു അഡ്മിറ്റ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ അവർക്ക് കിടക്കാനുള്ള കട്ടിലോ അല്ലെങ്കിൽ മുറിയോ വാർഡോ എന്തെങ്കിലും വാർഡിലൊക്കെ ബെഡോ ഉണ്ട് അവൈലബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് വേണം അവരെ അഡ്മിറ്റ് ചെയ്യാൻ. അപ്പൊ പേഷ്യന്റിന് എന്തായാലും റൂമോ വാർഡോ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് റൂംസും വാർഡ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ റൂംസ് ഓർ പേഷ്യന്റ് should be provided by wards. വാർഡ് കൊടുക്കാം അല്ലെങ്കിൽ റൂം കൊടുക്കാം. അത് അവരുടെ ആസ് ദ റിക്വയർമെന്റ് ഓഫ് ദ പേഷ്യന്റിന്റെ ഇഷ്ടപ്രകാരമാണ് അത് ചെയ്യാം. ചിലർക്ക് റൂംസ് തന്നെ വേണം, അവർക്ക് പ്രൈവസി ആവശ്യമുണ്ടെങ്കിൽ റൂംസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പറയാം ഇവിടെ റൂംസ് അവൈലബിൾ അല്ല, സോ യു മൈറ്റ് ഹാവ് ടു ഗോ ടു എനി അതർ പ്രോസസ്, അതൊരു മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഉണ്ടെങ്കിൽ അവരോട് അത് വ്യക്തമായിട്ട് പറയാം. അല്ലാതെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരാന്തയിൽ ഇരുത്തിയിട്ട് കാര്യം വൈകുന്നേരം വരെയും രാത്രി വരെ. അപ്പൊ പേഷ്യൻസിന് കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന രോഗത്തെക്കാൾ വലിയ രോഗവുമായിട്ട് ചിലപ്പോൾ കുറച്ചു കഴിയുമ്പോൾ മാറും. Okay, so if they are admitting the patients, they should be provided by rooms or wards. That's രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. Then a hospital should already they have to provide intensive care units. Intensive care units എന്താ? തീവ്ര പരിചരണ വിഭാഗം അല്ലെ. പെട്ടെന്ന് when the patient's condition becomes bad, പെട്ടെന്നാവാം മനുഷ്യന്റെ അവസ്ഥയല്ലേ, പെട്ടെന്നൊക്കെ രോഗം ഒത്തിരി കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ കെയർ കൊടുക്കേണ്ട അവസ്ഥകളിലേക്ക് മാറുമ്പോഴാണ് ഇന്റൻസീവ് കെയർ തീവ്ര പരിചരണ വിഭാഗമാണ്. അവിടേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ കയറുന്നവരൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് വന്ന് മരിച്ചു പോകുന്നൊന്നുമില്ല. അവിടേക്ക് കയറുന്നതിനാ കുറച്ചുകൂടി കൂടുതൽ കെയർ കൊടുക്കാനാ. ആ കൂടുതൽ കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണുള്ളത്.
there will be doctors, nurses, physiotherapists, then dietitians, somebody others അല്ലെ, ഇവരൊക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ അവരല്ലെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ അവിടേക്ക് അത് ഒരു ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. Then another one is operation theaters. See, some surgeries or procedures have to be made to any patients, those who are coming. അല്ലെ, ഹോസ്പിറ്റൽസിൽ വരുന്ന ചില പേഷ്യൻസിന് പെട്ടെന്ന് ചില ഓപ്പറേഷൻസ് വേണ്ടി വരാം, അല്ലെങ്കിൽ മറ്റേത് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് കീറലോ മുറുക്കിലോ ഒക്കെ വേണ്ടി വരണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പെട്ടെന്ന് വേണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് ആയിട്ട് വരുന്ന ഒരു ലേഡി, ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് നോർമൽ ആയിരിക്കുമെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ അസ്യൂം ചെയ്തത് കൊണ്ട് കാര്യമില്ല. പെട്ടെന്ന് കണ്ടീഷൻ മേ ബിക്കം ബാഡ്, പെട്ടെന്ന് അവസ്ഥ മോശമായി, സംടൈംസ് ദേ ഹാവ് ടു ഗോ ഫോർ ഇമീഡിയറ്റ് സർജറിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയ്യോ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, സോ ഈ ഒരു പ്രൊസീജിയർ ഇവിടെ നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി അപ്പൊ നേരത്തെ തന്നെ അവരെ വേറെ ഹോസ്പിറ്റൽസിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ നേരത്തെ കൊടുക്കണം. ഇഫ് എനി ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, അത് ഉള്ള സ്ഥലത്തേക്ക് ഇവരെ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഫെസിലിറ്റി ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ, സോ യു ക്യാൻ മൂവ് ടു എനി അതർ ഹോസ്പിറ്റൽ, അത് സജസ്റ്റ് ചെയ്യും ഇങ്ങടെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോ എന്ന്. അല്ലെ, നമ്മൾ ചില സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അത് ക്യൂർ ചെയ്യാൻ പറ്റിയ ടെക്നിക്സോ ടെക്നോളജിയോ ഫെസിലിറ്റിയോ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ദേ ആർ സജസ്റ്റിംഗ് ദം ടു എനി അതർ ഹോസ്പിറ്റൽ, വലിയ വലിയ ഹോസ്പിറ്റൽസിലേക്ക് സജസ്റ്റ് ചെയ്യണേ. അതുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാൻ പറയില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഉണ്ട്, ആ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് എങ്കിൽ അവർ കൊണ്ടുപോകാൻ പറയില്ല. അതില്ലാത്തതുകൊണ്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് മസ്റ്റ് ആണ് ഏത് ഹോസ്പിറ്റൽസിലും. ദെൻ ലേബർ റൂംസ്, അല്ലെ, ലേബർ റൂംസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രസവിക്കാനൊക്കെ അതിനൊക്കെ കുറച്ച് പ്രൈവസി ഒക്കെ ആവശ്യമുണ്ട്. സോ ലേബർ റൂം ഷുഡ് ബി അവൈലബിൾ ഇൻ എനി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റൽസിലും അത് ആവശ്യമാണ്. ദെൻ മെറ്റേണിറ്റി വാർഡ്സ്, എന്താണ് മെറ്റേണിറ്റി വാർഡ്സ്? പ്രസവമൊക്കെ കഴിഞ്ഞു അമ്മയ്ക്കും കുഞ്ഞിനും ദേ ഓൾസോ നീഡ് സം പ്രൈവസി, അല്ലെ, കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കും പ്രൈവസി ആവശ്യമുണ്ട്. സോ അവർക്ക് വേണ്ടി പ്രത്യേകം വാർഡുകൾ ഉണ്ടായിരിക്കണം. കാരണം അവിടെയൊക്കെ എപ്പോഴും സ്ത്രീകളോ കൊച്ചുകളോ ഒക്കെ ആയിരിക്കും അപ്പൊ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വാർഡുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ, നമുക്ക് നമ്മളുടേതായ ഒരു പ്രൈവസി ആവശ്യമുണ്ടല്ലോ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അതവിടെ കിട്ടുന്നത് അവിടെയായിരിക്കാം. അപ്പൊ അവിടേക്കായിരിക്കണം അവർക്ക് എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. സോ ഇൻപേഷ്യന്റ് സർവീസസിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ കമ്പൽസറി ആയിട്ട് വേണ്ടത്. വിച്ച് ആർ ദ ഇൻപേഷ്യന്റ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ എ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്? ഏതൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് റൂംസ്, patient wards, intensive care unit, labor room, maternity ward. Labor room, maternity ward. yes, very good. Patient rooms, patient wards, intensive care unit, operation theaters, labor rooms and maternity wards. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലായി? ഇത് എല്ലാം നമുക്ക് അറിയാവുന്ന, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും. ഇനി എക്സ്പീരിയൻസ് അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എങ്കിലും ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിക്കാൻ പോയ ആ ഒരു എന്താ പറയാ പരിചയം വെച്ചിട്ട് ഈ സാധനമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അവിടെ ബോർഡൊക്കെ. പേഷ്യന്റുകൾക്ക് റൂമൊക്കെ കണ്ടാണ്ടാവും. ഹോസ്പിറ്റൽസിൽ ഒത്തിരി റൂമുകളുണ്ട്, പേഷ്യൻസ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ട്, പേഷ്യൻസ് ഇല്ലാത്ത റൂമുകൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, അതും കണ്ടിട്ടുണ്ട്. വാർഡുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട്, ഒരു 3-4-5 ബെഡ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു റൂമിനെയാണ് നമ്മള് ഒരു സെപ്പറേഷൻ ബൈ സ്ക്രീൻ ഉണ്ടാവുള്ളൂ. ചിലപ്പോ ഒരു സ്ക്രീൻ വെച്ചിട്ടൊക്കെ മറച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാം എന്താ ഇങ്ങനെ ഒരുമിച്ച് അടുപ്പിച്ചല്ല, കുറച്ച് ഗ്യാപ്പിൽ ഒരു 1-2 പേഴ്സൺസിന് ഇടയിൽ കൂടി നടക്കാൻ പറ്റിയ പാസേജ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കട്ടിലുകൾ അടുപ്പിച്ചിട്ടുണ്ടാവും. ചിലടത്ത് ഈ സ്ക്രീൻ വെച്ച് മറിച്ചിട്ടും ഉണ്ടാവില്ല കേട്ടോ, വെറുതെ കുറച്ച് ബെഡുകളാണ്. അതാണ് വാർഡ്സ് എന്ന് പറയുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ടു ഗിവ് മോർ കെയർ ടു ദ പേഷ്യൻസ്. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ മെയ്ഡ് ഇവിടെയാണ് ചെയ്യുന്നത്. ലേബർ റൂംസ് ഫോർ ഡെലിവറി പേഷ്യൻസിനാണ്, ഡെലിവറിക്ക് ആയിട്ട് വരുന്ന രോഗികൾക്കുള്ളതാണ്. മെറ്റേണിറ്റി വാർഡ്സ് ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ടുള്ള വാർഡുകളാണ്. ക്ലിയർ? Yes, ma'am. yes ma'am. Yes. So now let's move to the next service which is in medical department. Medical department il varna adutha sevana vibhagamana namakkariyam out patient department alle. Appo kedathi chikitsikkan vendi മാത്രമല്ല രോഗികൾ ഹോസ്പിറ്റൽസിലേക്ക് വരിക. ഒപിയിൽ ടിക്കറ്റ് എടുക്കുന്നു, ഓടിപ്പോയി കിട്ടിയ മുറിയിൽ ചാടിക്കറി കിടക്കാണോ? അല്ല. They have to consult with the doctors when we are giving all our informations about our disease.
നമ്മളുടെ രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനോട് ഷെയർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു ചെക്ക് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ ഡിസീസ്, വാട്ട് ഈസ് ദ റീസൺ, അതിന്റെ കാരണം, അതിന്റെ ഗൗരവം, സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ദേ വിൽ ഡിസൈഡ് വെദർ ദ പേഷ്യന്റ് ഹാസ് ടു ബി അഡ്മിറ്റഡ് ഓർ നോട്ട്. അവിടെ അഡ്മിഷൻ കൊടുക്കണോ അല്ലെങ്കിൽ വേണ്ട, പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് ആഫ്റ്റർ 2 or 3 days കം ഫോർ എ ഫോളോ അപ്പ് എന്ന് പറയണോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്നതിന് ശേഷമാണ്. അപ്പൊ കൺസൾട്ടേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഓടി അങ്ങോട്ട് വരുമ്പോ ആദ്യമൊക്കെ നമ്മളിപ്പോ പനിയായിട്ടൊക്കെ ചെല്ലുമ്പോ നമുക്ക് 2-3 ദിവസത്തേക്ക് ഇപ്പൊ വൈറൽ ഫീവർ ആണ്, മഴയൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ തന്നു വിടുന്നു. കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, വരണ്ട, ഓക്കെ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, മരുന്നിന്റെ ബാക്കി റെസ്റ്റ് ചെയ്യുക, കുറച്ച് ആവി വലിക്കുക, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സജഷൻസ് ആണ് നമുക്ക് തന്നുവിടാം. പക്ഷെ ഇതൊക്കെ കഴിച്ചു, ഇതൊക്കെ പറയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു. അഗൈൻ ഫീവർ ഇസ് ഡിസ്റ്റർബിങ് യു, വീണ്ടും പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമില്ല, അത് കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഫ്റ്റർ 2 or 3 days നമ്മൾ നോക്കിയിട്ട് വീണ്ടും വി വിൽ ഗോ ഫോർ ദ ഫോളോ അപ്പ്. നമ്മൾ വീണ്ടും എന്താ പറയാ, ഡോക്ടറെ കാണാനായിട്ട് പോകും, നമ്മളുടെ വിവരങ്ങൾ വീണ്ടും അറിയിക്കും. സോ ദാറ്റ് ദ ഡോക്ടർ മേ സജസ്റ്റ് സം ടെസ്റ്റ്, ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂറിനോ അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ടോ, അത് അവരുടെ രീതിയിലാണ്. അതൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് റിസൾട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിടും അല്ലെ. ഇനി ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മളെ എന്ത് പറയുക, അഡ്മിറ്റ് ചെയ്യും. അത് എന്താണ്, നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. സോ ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും കാലത്ത് പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വാർന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർലി ചെക്ക്, അത്ര പേഷ്യൻസിന് കൂടുതൽ പ്രോപ്പർ ചെക്കിംഗ് ഒക്കെ ആവശ്യമുണ്ട്. സോ അങ്ങനെ വരുമ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത് കിടത്ത് ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല പേഷ്യൻസ് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. ഔട്ട് പേഷ്യന്റ് സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റൽസിലെ ഔട്ട് പേഷ്യന്റ് സർവീസസും ലഭ്യമാണ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്ത് വരുന്ന സേവനങ്ങൾ, സർവീസസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ദേ ആർ കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ത്രോട്ട്, ജെറിയാട്രിക്സ്, gastroenterology, general surgery, hepatology, obstetrics, pediatrics, neurology, oncology and ophthalmology. ഇത്രയുമാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് സർവീസസ്. ആൻഡ് ബിയോണ്ട് ദിസ്, ഇത് കൂടാതെ some other departments also you will study. നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഡിപ്പാർട്ട്മെന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിനകത്തുണ്ട്. ഇതൊരു സാധാഗതിയിലുള്ള ഒരു ഇതാണ്. കൂടുതലും എന്താ പറയാ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇനിയും ഇതിനകത്ത് ടോപ്പിക് വൈസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് മാത്രമേ ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഡിപ്പാർട്ട്മെന്റ്സും യു ഹാവ് ടു സ്റ്റഡി. അപ്പൊ നമുക്ക് നോക്കാം 1 by 1. കാഷ്വാലിറ്റി അല്ലെ, കാഷ്വാലിറ്റി ജസ്റ്റ് ഒന്ന് അറിയാൻ മതി, കാരണം ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ യു ക്യാൻ സി ബിലോ ദിസ്. കണ്ടല്ലോ? അപ്പൊ ഇപ്പൊ നിങ്ങള് എന്താ കാണിച്ചെന്നറിയോ? ഇപ്പൊ തന്നെ അയ്യോ കാഷ്വാലിറ്റി പറഞ്ഞു തീർന്നു, അതെന്താണാവോ, വീണ്ടും ടെൻസ്ഡ് ആവും. അയ്യോ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും കേട്ടില്ല, മനസ്സിലാക്കിയില്ല എന്ന്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കാഷ്വാലിറ്റി എന്താണ്, അതൊന്ന് ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തൊട്ട് താഴെ നിങ്ങൾക്ക് നോട്ടായിട്ടുണ്ട്. അവിടെ പേടിക്കേണ്ട, നിങ്ങളുടെ നോട്ട് ഈസ് ദർ, അവിടെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ നോട്ടിലുണ്ട്, പേടിക്കരുത്. ഞാൻ ഇവിടെ പറഞ്ഞ് പകുതി ആവുമ്പോ പറയും അയ്യോ ഇതൊന്നും ഇപ്പൊ മിസ് പറയുന്നതൊന്നും ഇവിടെ കാണാനില്ലല്ലോ, ഇത് അവിടെ കാഷ്വാലിറ്റി മാത്രമേ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെ നോക്കിയിട്ടായി പറയണേന്നൊക്കെ. അതൊന്നും ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട. ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ട് നേരത്തെ പറയാണേ. അപ്പൊ അവിടെ ഉണ്ട്, താഴെ പേടിക്കണം. അപ്പൊ എന്താണ് കാഷ്വാലിറ്റി? കാഷ്വാലിറ്റി ഈസ് ദർ എനി അതർ നെയിം ഫോർ ദിസ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്? ഉണ്ടോ, കേട്ടിട്ടുണ്ടോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. യെസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റിയുടെ മറ്റൊരു പേരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ അതിന് വേറെയും പേരുണ്ട് കേട്ടോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ട്. ആൻഡ് അതിനെ ഷോർട്ട് ചെയ്ത് A&E ഡിപ്പാർട്ട്മെന്റ് എന്നും ഉണ്ട്. അപ്പൊ കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, A&E ഡിപ്പാർട്ട്മെന്റ്, 4 പേരുണ്ട്. അപ്പൊ വൺ വേർഡ് ഒക്കെ വരുമ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എല്ലാ പേരുകളും പല ഡിപ്പാർട്ട്മെന്റുകൾക്കും അതുപോലെ വേറെ പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഡബിൾ നെയിം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കണേ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. See, what is the function of a casualty department? കണ്ടിട്ടുണ്ടോ നമ്മൾ കാഷ്വാലിറ്റിയിൽ എന്താ പ്രവർത്തനം നടക്കണേ? എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കാഷ്വാലിറ്റി വിഭാഗത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? കാഷ്വാലിറ്റിയിൽ I think the casualty is a department where the patients are brought in by an ambulance or by stretchers, those who have serious illness.
അത് ഭയങ്കരമായിട്ടുള്ള ഗൗരവമേറിയ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തില് പേഷ്യൻസിനെ ഒന്നുകിൽ ആംബുലൻസിലോ അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സിലൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ എന്താ പറയാ കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. പെട്ടെന്ന് അത്യാഹിത വിഭാഗം എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ. അത്യാഹിത വിഭാഗം ഇത് എമർജൻസി സിറ്റുവേഷൻസിൽ കൊണ്ടുവരാം. അത്തരം ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. നമുക്ക് കൂടുതൽ ഫർദർ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു സെന്റൻസ് പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വേർ ദ പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആംബുലൻസിലായിരിക്കും മിക്കവാറും ഈ ഒരു സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാം. പകൽ സമയങ്ങളൊക്കെ ഇപ്പൊ വഴിയിലൊക്കെ ആക്സിഡന്റ് വന്നു, പെട്ടെന്ന് അവിടെ നിന്ന് വാരി കൂട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്കായിരിക്കും പോകുക. കാരണം ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ to save the life of that particular patient. അല്ലെ, പെട്ടെന്ന് ചികിത്സ കിട്ടണം. നമുക്ക് രോഗം വന്നിട്ട് നമുക്ക് അയ്യോ എനിക്ക് ഇത്തിരി സമയം ഇല്ല, വേഗം ഒന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ല, നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ അവർ ടേൺ. നമ്മൾ ചീട്ടെടുത്തിട്ട് നമ്മുടെ ടേണിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഹോസ്പിറ്റൽസിന്റെ ആ തിരക്കും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ സമയം എടുക്കും. നമുക്ക് അങ്ങനെ ഓടിപ്പോയിട്ട് വരാൻ പറ്റില്ല. പക്ഷേ some persons, patients, those who are brought in by an ambulance should be given immediate treatment. അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ലൈഫ് കിട്ടോ ഇല്ല എന്നുള്ള ആ ഒരു ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ടാണ് വന്നേക്കുന്നത്. സോ ദാറ്റ് ദേ ഹാവ് ടു ബി ഹാൻഡിൽ ഫസ്റ്റ്. അവരെ പെട്ടെന്ന് ഏത് തരത്തിലുള്ള ഇതുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് കാഷ്വാലിറ്റിയിൽ ആ ഒരു ഡോക്ടർക്ക് വേണ്ട ഒരു പേഷ്യന്റ് ആണ് വന്നേക്കണെന്ന് വിചാരിക്കാം. നമ്മളെ നോക്കുന്നത് ഏതെങ്കിലും ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, കാർഡിയോളജിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരെ വന്നപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാതിരിക്കുകയാണ്. അത് നമ്മൾക്ക് ഒരു കൺസൾട്ടേഷൻ തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാഷ്വാലിറ്റി. അപ്പൊ ഈ കാർഡിയോളജിസ്റ്റ് വേറെ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പൊ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സ്ഥലമാണ്. സോ അവിടെ എപ്പോഴും ഡോക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഷുഡ് ബി അവിടെ ഉണ്ടാവണം. അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. എല്ലാ ഫെസിലിറ്റീസും കാഷ്വാലിറ്റിയിൽ എന്തൊക്കെ പേഷ്യൻസ് വരുമോ ഏകദേശം അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഓൾ ഷുഡ് ബി അവൈലബിൾ ദർ. അതാണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് കൂടുതലും, കാരണം ഇത്തരം ആക്സിഡൻസ് ഒക്കെ നടക്കുമ്പോൾ വേഗം തന്നെ നമ്മൾ ആംബുലൻസിലേക്ക് കോൾ ചെയ്യും. അവർ വരും, പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക്. അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ ആംബുലൻസ് തന്നെയായിരിക്കും വരിക. സോ ദാറ്റ് അവരെ ആ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് തന്നെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും. നെക്സ്റ്റ് അടുത്തത് എന്താ? കാർഡിയോളജി. കേട്ടിട്ടുണ്ടോ കാർഡിയോളജി? Yes. What is the department? Ma'am, heart disease. Department Heart problems. അല്ലെ, problems ആണ്. ഹാർട്ട് ഡിസീസസ് ഉള്ള എന്താ പറയാ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഒത്തിരി ഉണ്ട്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റവും കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. അപ്പൊ അത് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. Then what is dermatology? അടുത്തത് ഡെർമറ്റോളജി ആണ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. What is dermatology? Skin disease. നമ്മൾ പറയും സ്കിൻ ആണെന്ന്. പക്ഷെ ഇന്ന് ഡെർമറ്റോളജി പ്രൊവൈഡ് വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ്സ്. വൈഡ് റേഞ്ച് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് ഡെർമറ്റോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് ഓൺലി ദ സ്കിൻ മാത്രമല്ല, സ്കിന്നിന് പുറത്തുള്ള പലതും ഉണ്ട്. എന്താ? ഹെയർ പ്രോബ്ലംസ്, പിന്നെന്താണ് നമ്മളുടെ നെയിൽ പ്രോബ്ലംസ്. നഖത്തിനുണ്ടാകുന്ന ചില ആളുകളുടെ നഖത്തിന് കളറില്ല, ചിലർക്ക് ഒത്തിരി വൈറ്റ് കളറുകൾ കാണുന്നു. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഖത്തിനുണ്ടാകട്ടെ. ഭയങ്കരമായിട്ട് വൈറ്റ്നസ് ഉള്ളതും അതുപോലെ ഒട്ടും കളറില്ലാത്തതൊക്കെ മേ ബി സം പ്രോബ്ലംസ്. അതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. പിന്നെന്താണ്? കോസ്മെറ്റിക് പ്രോബ്ലംസിനും ഇന്ന് ഡെർമറ്റോളജിയിൽ ചികിത്സയുണ്ട്. അതാണ് ഇന്ന് കൂടുതൽ ഡെർമറ്റോളജിയിൽ. നമ്മളുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഒരു പാട് വന്നിരിക്കാൻ നമുക്കത് ഇഷ്ടമല്ല. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് ഈ ഡെർമറ്റോളജി വിഭാഗത്തിൽ പോയാൽ മതി. ഇന്ന് ഒത്തിരി ഡെർമറ്റോളജിസ്റ്റുകൾ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ടും എന്താ പറയാ സർവീസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് മെനി പ്രോബ്ലംസ് നമുക്ക് ഉണ്ട് ഈ പറയുന്ന എല്ലാത്തിലും. ഹെയർ പ്രോബ്ലംസ്, ഹെയർ എന്താ പറയാ ലോസ്, ഹെയർ ഫോള്, പിന്നെ എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തൊക്കെ വല്ല എന്താ പറയാ അരിമ്പാറ, അതുപോലെ കാക്കപ്പുള്ളി എന്നൊക്കെ പറയലേ, മറുക് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ചിലർക്കൊക്കെ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് റിമൂവ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഇന്നിപ്പോ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിനുള്ള ചികിത്സയും ഈസ് പ്രൊവൈഡഡ് ഇൻ ഡെർമറ്റോളജി. അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ സ്കിൻ, ഹെയർ, പിന്നെന്താ പറഞ്ഞത്? നഖോട്ടാ.
ദെൻ കോസ്മെറ്റിക് പ്രോബ്ലംസ്. അപ്പൊ 4 വിഭാഗത്തിലാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡെർമറ്റോളജി പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നോട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കുഞ്ഞിനോട്ട്. ഓക്കെ, ദെൻ ENT എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും ഒക്കെ പോകാതിരിക്കില്ല. ചെവി വേദന അല്ലെ, ഇയർ നോസ് ത്രോട്ട് ഇയർ നോസ് ത്രോട്ട്, അത് ENT, അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അങ്ങനെ പറയാം. നമ്മൾ ഇയർ നോസ് ത്രോട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകുന്നല്ല പറയാ, നമ്മൾ എന്ത് പറയും? ENTയുടെ അടുത്ത് പോകുന്നേ പറയുള്ളൂ അല്ലെ, ചെറുതാക്കി ഷോർട്ട് ഫോമിൽ അങ്ങനെ പറയാം. അപ്പൊ ഇയർ നോസ് ത്രോട്ട് കംപ്ലൈന്റുകളെല്ലാം എന്താ പറയാ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ENT എന്ന് പറയുന്ന ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് ഇപ്പൊ ചെവി വേദന, ഇപ്പൊ ചെവി വേദന മാത്രമൊന്നുമില്ല കേട്ടോ, കുറെ വെറൈറ്റി ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറിയാം, നമുക്ക് നോട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത അവിടെയും ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ എക്സ്ട്രാ ടൈം അവിടെ പോവുകയാണ്. നെക്സ്റ്റ് വൺ, ജെറിയാട്രിക്സ്. What is the geriatrics department? കേട്ടോ, geriatrics. Yes, it is the department which provides treatment for elderly people, elderly patients ആണ്. ഇച്ചിരി പ്രായമൊക്കെ ചെന്നവർക്കുള്ള വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മൾ വിചാരിക്കും പ്രായമുള്ളവരെ ചികിത്സിക്കാൻ പ്രായമുള്ള ഡോക്ടറാണോ നിർബന്ധമുണ്ടോ? ഉണ്ടോ? അതായത് കുറച്ച് പ്രായം 70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും അറിയാം, എന്താ പറയാ, പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അലട്ടും പ്രായം ചെല്ലുന്നോറും. ഓക്കെ, ബോൺ തേയ്മാനം ഉണ്ടാകും അല്ലെ, പിന്നെ ബോൺ ഡിസീസസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്ഷതങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എന്താണ് വിറയ്ക്കല്, കുറച്ച് പേർ പ്രായം കഴിയുമ്പോ കൈകാലുകൾ വിറയ്ക്കുക, ഇരിക്കാനും എഴുന്നേക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കൈകാലുകൾ മുകളിലേക്ക് പൊക്കാനോ കൈയൊക്കെ ബാക്കോട്ടേക്ക് പോകാനോ ഒക്കെ ഇങ്ങനെ പുറകോട്ടൊക്കെ ആൾക്കാരൊക്കെ പറ്റാതെ വരിക, തലചുറ്റലുകള് അല്ലെ, ഇതൊക്കെ പ്രായം കൂടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. സോ ഇവർക്ക് ഒരു പ്രത്യേക വിഭാഗം, ഇവരെ മാത്രം ചികിത്സിക്കാൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡോക്ടർമാര് ജോലി ചെയ്ത് കുറെ കഴിയുമ്പോൾ പ്രായം അപ്പൊ പ്രായമായവരെ ചികിത്സിക്കാനായിട്ട് പോകുന്നല്ലട്ടാ, ഇതൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ those who have specialized skill to treat that patients, ഇത്തരം ആളുകളെ മാത്രം നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കഴിവ്, ഒരു അറിവ് നേടിയ ഡോക്ടേഴ്സ് ആയിരിക്കും. ഇന്ന് എന്താ പറയാ, ഈ എന്താ പറയാ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മാറി. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡോക്ടറെ കാണുക, എന്തെങ്കിലും രോഗം വരും മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ there are different types of organs അല്ലെ, ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളില്ലേ, ഉള്ളിന് പുറത്തായിട്ട് ഒത്തിരി ഓർഗൻസ് ഇല്ലേ, ഒരു ഓർഗൻ മാത്രമായിട്ടല്ലല്ലോ നമ്മൾ നടക്കണേ അല്ലെ, ഇഷ്ടം പോലെ ഉണ്ട്. ഹാർട്ട് ഉണ്ട്, ലിവർ ഉണ്ട്, സ്റ്റോമക്കിനകത്ത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, പിന്നെ തലയ്ക്കകത്ത് ബ്രെയിനിൽ എന്താ പറയാ ഒത്തിരി കാര്യങ്ങൾ അല്ലെ, ബ്രെയിനിനകത്ത് കുറെ പാർട്സ് ഉണ്ട്, കൈകാലുകളുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് ഓരോ രോഗങ്ങൾ വരും. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനെ കുറിച്ചിട്ട് ഇന്ന് ഓരോ പുതിയ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ പൊങ്ങി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കാരണം എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു കോമൺ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളിപ്പോ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാ എല്ലാ കാര്യത്തിലും. സോ ഈ പറയുന്ന പഠിക്കുന്ന ആളുകളും ഇന്ന് വെറൈറ്റീസ് ആണ് തേടി പോണേ. എല്ലാം കൂടി ചവറ് പോലെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വെറൈറ്റി ചിന്തിക്കുക. സോ അവിടെ ആളുകൾ കുറവായിരിക്കും, തിക്കും തിരക്കും തള്ളലുകളും കുറവായിരിക്കും. സോ വിൽ ഗെറ്റ് മെനി ഓപ്പർച്യൂണിറ്റീസ്. അവിടെ നമുക്ക് ഒരുപാട് സാധ്യതകൾ കിട്ടാനുള്ളത് ഉണ്ട്. മനസ്സിലായോ? എല്ലാം കൂടി ഒരെണ്ണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആർക്കും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇതുപോലെ ഡോക്ടേഴ്സ് ഒത്തിരി പുതിയ കാര്യങ്ങളിൽ പഠിച്ച് ഡോക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ജെറിയാട്രിക്സ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ഫോർ എൽഡർലി പേഴ്സൺസ്. പ്രായമായവർക്ക് ഉള്ളവർക്ക് വരുന്ന കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ഈ പ്രായമായവരുടെ അസുഖങ്ങളൊക്കെ കുറെ പ്രായമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങളും കാനോട്ട് ബി ക്യൂർഡ്. എല്ലാത്തിനും ഒന്നും പരിഹാര മാർഗമൊന്നുമില്ല, ചില ഒരു അസുഖമൊന്നും മാറുന്നില്ല. പക്ഷേ അവർക്കൊരു സംതൃപ്തി. ഈ പ്രായമായവർക്ക് ഒരു പ്രത്യേകതയാണ്, അവർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാലേ ആ രോഗത്തിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവരെ അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. മ്യൂട്ട് ചെയ്യാം, അവിടെ ആരോ അൺമ്യൂട്ട് ചെയ്യണ്ട്. അപ്പൊ നമ്മൾ ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് എത്തിക്കാം. അവർക്ക് കുറച്ച് മരുന്നൊക്കെ വെറുതെ ഉണ്ടെന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കൊടുക്കുക. അത് വീട്ടിൽ പോയിരുന്നത് കുറച്ച് ഇടയ്ക്ക് ഇരുന്ന് കഴിക്കുക. അവർക്കതൊരു സന്തോഷമാണ്. കാരണം അവർക്കൊരു ഫീൽ ദാറ്റ് there are somebody to care us. അതും മതി അവർക്ക്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത കാര്യമാണ്. വയസ്സായി കഴിയുമ്പോ മക്കളാലും അല്ലെങ്കിൽ പേരെ കുട്ടികളാലും ഒക്കെ
എന്താ പറയാ അവോയ്ഡ് ചെയ്യപ്പെടുന്ന, അവർക്ക് എന്നെ എന്റെ മക്കള് നോക്കണ്ട, അവര് പോയി ഹോസ്പിറ്റൽസിൽ വയ്യാണ്ടൊക്കെ കൊണ്ടുപോകുന്ന ആ കെയറിംഗ് ഒന്ന് കിട്ടിയാൽ മതി. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുക, ഇന്നൊക്കെയാണ് മരുന്ന്, അതൊക്കെ ഇന്ന സമയത്തൊന്നും എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്നതിന് പകുതി സുഖം മാറും അല്ലെ. നമ്മളുടെ മുഖം മനസ്സിന്റെ കണ്ണാടിന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിനകത്തുള്ള വിഷമതകളാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മളുടെ ഫേസിലും നമ്മുടെ ബോഡിയിലും പല രോഗങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. സോ അതൊക്കെ ഒരുപാട് ക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി. അപ്പൊ ഹാപ്പിനെസ് ഗിവ്സ് മെന്റൽ ഹാപ്പിനെസ് ഓൾസോ അല്ലെ. മനസ്സും അവർക്ക് സുഖമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിസിക്കൽ ഹാപ്പിനെസ്സും ഉണ്ടാകും. അതായത് ശാരീരികപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറെയൊക്കെ ഇല്ലാതായി എന്ന് മനസ്സിലാകും അവർക്ക്. അപ്പൊ ജെറിയാട്രിക്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് അടുത്തത്. എന്താ ഗ്യാസ്ട്രോ എൻട്രോളജി? എന്താ? ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതായത് നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റൊമക്കിനകത്ത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെ, ഈസോഫാഗസ്, ഇതിനൊക്കെയുണ്ട്, പാൻക്രിയാസ്, ലിവർ പാൻക്രിയാസ്, ഇതൊക്കെയുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങൾക്കുള്ള എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ദെൻ കംസ് ജനറൽ സർജറി. കോമൺ ആയിട്ടുണ്ടാകുന്ന പല സർജിക്കൽ പ്രൊസീജിയേഴ്സും നടത്തപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കോമൺ ആയിട്ടുണ്ടാകുന്ന സർജറീസ് ആണ്, ഒത്തിരി ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സർജറീസ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിൽ വരാം. ദെൻ ഹെമറ്റോളജി. എന്താണ് ഹെമറ്റോളജി? ബ്ലഡ് റിലേറ്റഡ് ഡിസീസസ് ആണ്. ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന, അതായത് ബ്ലഡ് എന്താ പറയാ രക്തകോശങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഡിസീസസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രീറ്റ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം പഠിക്കാൻ കിട്ടാ ഡീറ്റെയിൽ ആയിട്ട്, അതുകൊണ്ടാണ് കുഞ്ഞിതായിട്ട് പറയുന്നത്. ദെൻ ഒബ്സ്റ്റട്രിക്സ് കേട്ടുണ്ടോ? ഒബ്സ്റ്റട്രിക്സ് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഡിപ്പാർട്ട്മെന്റ് ഫോർ മദർ ചൈൽഡ്, ബിഫോർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത് ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള ചികിത്സകൾ കൊടുക്കുന്നതാണ്. ഈ അമ്മയ്ക്കും കുഞ്ഞിനും എപ്പോ ചികിത്സ? കൊച്ചു ജനിച്ചതിന് ശേഷം മാത്രമാണോ? അല്ല, കൊച്ചു നമ്മുടെ കൺസംഷൻ പീരീഡ് തുടങ്ങി, ഫസ്റ്റ് പീരീഡ് ഓഫ് പ്രഗ്നൻസി. ആ പ്രഗ്നൻസിയുടെ തുടക്കം മുതല്, അത് അണ്ടം ഭാഗമായി കഴിഞ്ഞ അവസ്ഥ മുതല് അവിടെ നിന്ന് തുടങ്ങി ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി പീരീഡ്, അതാണ് പറഞ്ഞത്. ഡ്യൂറിംഗ് എന്ന വാക്കുണ്ട് അവിടെ. ആ പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതും ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്, കുട്ടി ഉണ്ടായതിനു ശേഷവും ഒക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. മൊത്തത്തിലൊരു പാക്കേജ് ആണ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത്. ഇന്ന് അതൊരു വീണ്ടും നമ്മൾ നേരത്തെ ഡെർമറ്റോളജിയിൽ പറഞ്ഞതുപോലെ മറ്റൊരു വിഭാഗമാണ്. ഇതുപോലെ ഇന്ന് കുറച്ച് കൂടുതൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഐദർ ഇൻ ദ ഹോസ്പിറ്റൽസ് ഓർ ഔട്ട്സൈഡ്. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തൊക്കെ ഇന്ന് ഈ ഒരു സർവീസ് അവൈലബിൾ ആണ്. ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതി. നമ്മൾ അറിയാം, ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ആണ് കുറച്ച് കൂടുതൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഡിമാൻഡ് ഉള്ളത്. കാരണം ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ദ മദർ ബിക്കംസ്, അവരുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റങ്ങൾ വരും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഇത്തിരി ഷേപ്പ്ലെസ് ആയോ എന്ന്. അപ്പോ നമ്മൾ എന്താ പറയാ, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ചില ചികിത്സകൾ, ചില ശുശ്രൂഷകൾ ആവശ്യമാണ്. പണ്ടൊക്കെ ഇത് എവിടെ കൊടുത്തിരുന്നേ? പണ്ട് പ്രസവ ശുശ്രൂഷകളൊക്കെ എവിടെയാണ് ചെയ്തിരുന്നേ? വീടുകളിലാണ്. നമ്മുടെയൊക്കെ അമ്മൂമ്മമാരൊക്കെ, അമ്മമാരായിരിക്കില്ല, കൂടുതൽ അമ്മൂമ്മമാരാണ് അല്ലെ. നമ്മുടെ അമ്മൂമ്മമാര് നമ്മളൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോ നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കാൻ പ്രത്യേക രീതിയൊക്കെ ഉണ്ടെന്നാ പറയാന്. അവരുടെ മൂക്കും വായും ചുണ്ടും കണ്ണും ഒക്കെ എന്താ പറയാ കൃത്യമായ ആ ഒരു ഷേപ്പിൽ തന്നെ, അതായത് അപാകതകൾ അപ്പിയറൻസ് അപ്പീലിംഗ് ആകുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഏത് കുട്ടിയും അവനവന്റെ മക്കളൊക്കെ എല്ലാവരും സൗന്ദര്യമുള്ളവരായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സൗന്ദര്യത്തെ നിലനിർത്തുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ ചില കൊച്ചുങ്ങൾക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ മൂക്കൊക്കെ കുറച്ച് കുഞ്ഞിതായിരിക്കും, ആ ഒരു ഷേപ്പിൽ. അതുപോലെ അപ്പൊ അതൊക്കെ ഒരു ഇത്ര ദിവസം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു പർട്ടിക്കുലർ ഡേയ്സ് ഉണ്ട്. അത്രയും ദിവസത്തിനോട് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. തലയൊക്കെ ചിലപ്പോ പ്രസവത്തോടനുബന്ധിച്ച് ചിലപ്പോ ഇങ്ങനെ ഒരു വശമൊക്കെ അങ്ങനെ നീണ്ടൊക്കെ പോകുകയും അതൊക്കെ ഒന്ന് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാനായിട്ട് കൈകൾ വെച്ചൊക്കെ കുളിപ്പിക്കുമ്പോഴൊക്കെ അതൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതൊക്കെ പണ്ട് അമ്മാമ്മമാരായിരുന്നു വീടുകളില്. അതായത് ആരെങ്കിലും ചിലപ്പോ അമ്മാമ്മമാരെ അവൈലബിൾ അല്ല, തീരെ വയസ്സായി പോയെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു അമ്മാമ്മമാരെ എവിടെന്നെങ്കിലും നിർത്തും നമ്മുടെ വീടുകളിൽ അല്ലെ, കുട്ടികളെ നോക്കാനും കൂടാതെ അമ്മയെ നോക്കാനും. അമ്മയെ അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ ഓരോ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, എണ്ണ തെറ്റിക്കുന്നതും കുളിപ്പിക്കുന്നതും, അതുപോലെ ഏത് നേരത്തെ എങ്ങനെ ഫുഡ് കൊടുക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറൊക്കെ കുറച്ച് ചാടും, അപ്പൊ അന്നേരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ കെട്ടുന്നതോ അതിലൊക്കെ ഓരോ ബാൻഡ് കെട്ടുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അന്ന് ഇങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് കാലം മാറി.
സോ ദാറ്റ് ഇന്ന് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന നമ്മൾ എങ്ങനെയായിരുന്നു പ്രീവിയസ് ബിഫോർ ദ ചൈൽഡ് ബർത്ത് എങ്ങനെയായിരുന്നു അമ്മമാര് ആ രീതിയിലേക്ക് ആക്കി കുറച്ചുകൂടി വേണമെങ്കിൽ കൂടുതൽ അപ്പീലിംഗ് ആക്കി, കൂടുതൽ അപ്പിയറൻസ് ഭംഗി സൗന്ദര്യമുള്ളവരാക്കി ബ്യൂട്ടി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം. ഇത് പുറത്തൊക്കെ ഇതുണ്ട് കേട്ടോ. അപ്പൊ അമ്മയും കുഞ്ഞും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നത് നേരെ വീട്ടിലേക്ക് എല്ലാം പോകാൻ ചിലപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. പുറത്താണെങ്കിൽ അപ്പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുക. അപ്പൊ ബീച്ചിലും അവിടെ ആ ഒരു പാക്കേജ് ആണ്. സോ ദാറ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. ആ ഒരു പാക്കേജ് കഴിഞ്ഞ് അതിന്റെ ആ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് വീട്ടിലേക്ക് പോകാം. അതാണ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ബിഫോർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത് ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ട്രീറ്റ്മെന്റുകളാണ് ഒബ്സ്റ്ററ്റിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ദെൻ കംസ് ദ പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സ് എന്താ? കുട്ടികളിലുണ്ടാകുന്ന ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. അപ് ടു ദ ഏജ് ഓഫ് ഏകദേശം ഒരു 10-15 വയസ്സ് വരെയൊക്കെ നമ്മുടെ കുട്ടികളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോകുക അല്ലെ. കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ചിലവര് 10-25 വയസ്സായാലും കുട്ടികളെ തന്നെ കൊണ്ടുപോകും. കാരണം ആദ്യമേ നമ്മൾ കാണിക്കുന്ന ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടാവുമല്ലോ, നമുക്ക് പ്രിയപ്പെട്ട ആ ഒരു ഡോക്ടറെ അടുത്ത് കുഞ്ഞിലെ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ക്ലാസ്സുകൾ വരും അല്ലെ. നമ്മൾ എത്ര കെയർ ചെയ്താലും കോൾഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വരും, പനി ചുമയൊക്കെ. അപ്പൊ നമ്മൾ വേഗം കൊണ്ടുപോകും. പിന്നെ നമ്മൾക്ക് അത് നമ്മുടെ പീഡിയാട്രീഷ്യനായി, നമ്മളുടെ ഡോക്ടറായി എപ്പോഴും അവിടെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കുറച്ച് വലുതായി 10-15 വയസ്സ് വരെയൊക്കെ ഏകദേശം സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ടും ചിലപ്പോ വയ്യായികൾ, അതായത് മറ്റൊരു രീതിയിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും രോഗം അല്ലെങ്കിൽ സാധാരണ വരുന്ന ചുമ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഏതെങ്കിലും മാറിയ രീതിയിലുള്ള ഒരു വയ്യായിക വരുമ്പോഴാണ്, ഇൽനെസ് വരുമ്പോഴാണ് നമ്മൾ വേറെ ഇവിടെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, മറ്റൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതവിടെ തന്നെ. പിന്നെ കുട്ടികളൊക്കെ നാണം കെട്ടി പറയും അല്ലെ, പിള്ളേര് പിന്നെ ഞാൻ എന്തിനാ അവിടെ പീഡിയാട്രിക്സ് കൊച്ചുകുട്ടികളെ നോക്കുമ്പോ എന്താ, നമ്മൾക്ക് വലിയ കൊച്ചിനെ കൊണ്ട് വരുമ്പോ ആ കൊച്ചിനെ നോക്കുമ്പോ അവിടെ ഇരിക്കുന്നത് അമ്മമാരും കൊണ്ടുവന്നൊക്കെ കുഞ്ഞു പിള്ളേരാണ്, ചിലപ്പോ ഒന്ന് പതുക്കെ നടക്കുന്നവര്. ഇവർക്ക് നാണോ, അപ്പൊ പിന്നെ അവരെങ്കിലും സജസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇനി ഇവിടെ വരികയാണ്, അപ്പോഴായിരിക്കും ചിലപ്പോ അവിടെ മാറ്റുക, അല്ലെങ്കിൽ 15 ഇയേഴ്സ് വരെയൊക്കെ. ദെൻ അടുത്തത് എന്താ, ന്യൂറോളജി. എന്താ ന്യൂറോളജി? നെർവസ് സിസ്റ്റം, സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡിസീസസ്, നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ക്യൂർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ഓങ്കോളജി. എന്താണ് ഓങ്കോളജി? ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന, ക്യാൻസർ ട്രീറ്റ് ചെയ്യാം, ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്യുക. ചിലർക്ക് എല്ലാ ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്താ പറയാ, എന്താണ് ഫ്രീ ആയിട്ട് എന്താ പറയാ ക്യാമ്പുകൾ നടത്തും. ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ഫ്രീ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് എങ്ങനെയുള്ള ആളുകളാണ്, വെറുതെ നമ്മൾ ഓടിയൊന്നും പോകില്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും പാർട്സിൽ ചിലപ്പോ വേദനയില്ലാത്തതായിട്ടുള്ള മുഴകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ പോകുക അല്ലെ. അപ്പൊ അത് നമ്മൾ എല്ലാ ഈ പറയുന്ന ട്യൂമേഴ്സും, അതായത് ഈ മുഴകളൊന്നും തന്നെ എല്ലാം തന്നെ ക്യാൻസർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. മേ നോട്ട് ബി ഹാർംഫുൾ. ചിലതൊന്നും നമുക്ക് ഉപദ്രവകാരി ആയിരിക്കില്ല. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ചിലതാണെങ്കിലോ അത് ദേ ഹാവ് ടു ഐഡന്റിഫൈ, അത് ശരിക്കും ഹാർംഫുൾ ആണോ അല്ലേന്ന് ഐഡന്റിഫൈ, അതാണ് ഡയഗ്നോസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ ക്യാൻസർ ആണോ എന്ന് നോക്കേണ്ടി വരും. അത് സംശയം ഉണ്ടെങ്കിൽ അത് സംശയ നിവാരണം നടത്തേണ്ടി വരും. ആൻഡ് ഓൾസോ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ, അതും ഇവിടെ നടക്കുന്നുണ്ട്. ക്യാൻസറിനെ ചികിത്സിക്കുക മാത്രമല്ല, ക്യാൻസറിനെ തടയുന്ന ട്രീറ്റ്മെന്റുകളും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒഫ്താൽമോളജി. അക്കോർഡിംഗ് ടു ദീസ് ടേബിൾ ആണ് കേട്ടോ. ഈ ടേബിളിലാണ് ലാസ്റ്റ് ഒഫ്താൽമോളജി കിടക്കുന്നത്. എക്സ്ട്രാ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അപ്പൊ മറക്കണ്ട, അത് ഒഫ്താൽമോളജി എന്തിനാ ഉള്ളതാ? ഐ പ്രോബ്ലംസ് ആണ്. കണ്ണുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ണ് വേദന, കണ്ണ് ചുമക്കല്, തലവേദന, ചിലപ്പോഴൊക്കെ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാകാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അതൊന്നും ഇല്ല. അത് കൂടാതെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഐസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. സോ ഓൾ ദീസ് ട്രീറ്റ്മെന്റ്സ് ആർ പ്രൊവൈഡഡ് അണ്ടർ ophthalmology. So in medical department 2 types of services are provided: inpatient service and outpatient services. ഇൻപേഷ്യന്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ സേവനങ്ങളാണ് ഇൻപേഷ്യന്റിന് കൊടുക്കുന്നതെന്നും ഔട്ട്പേഷ്യന്റിൽ വരുന്ന സർവീസസും. ആ ഓരോ വാക്ക് കേട്ടാൽ അത് എന്ത് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് കിട്ടിയോ നിങ്ങൾക്ക്?
Yes, എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞാൽ അത് ഇന്നതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ ഇപ്പൊ? ഇല്ല. ആർക്കെങ്കിലും ഞാൻ അത്രയും പറഞ്ഞു എല്ലാത്തിനും എല്ലാം എന്തിനോ എന്താ പറയാ റിലേറ്റ് ചെയ്യുന്നു എന്ന്. പിന്നെ ഒന്നിനെയും ചിലപ്പോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ലോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിപ്പോ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് ഞാൻ ഓർത്ത് അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഓർത്തിട്ട് ചോദിക്കാം. ഭയങ്കര ഇത്തിരി സ്പീഡ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്ന്. ഇപ്പൊ അത് തോന്നുന്നുണ്ടോ? ഇല്ല മാം. നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കുന്നത് കൂടി ഞാൻ തന്നെയാ. ഓക്കെ, അപ്പൊ പറയണം. ഞാൻ എന്റെ കാര്യം കൂടി ചോദിക്കുമ്പോ നിങ്ങൾ പറയാം. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് നടത്താനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാലേ നമ്മളത് അറിയുള്ളൂ അല്ലേ? എനിക്ക് എന്റെ തെറ്റ് തിരുത്തണമെങ്കിൽ എന്നോട് തന്നെ പറയണം. വേറെ ആൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അതുപോലെ മറ്റാരെങ്കിലോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിലോ കേൾക്കുന്നതിലോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതോ ഏതെങ്കിലും വേറെ രീതിയിൽ എടുക്കണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എന്നെ ഇൻഫോം ചെയ്യണം. അപ്പൊ ഞാൻ അത് ഇപ്പൊ പെട്ടെന്ന് അത് ഓർത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് സ്പീഡ് കുറച്ച് പറയുമോ എന്ന് പറഞ്ഞു. കാരണം സ്പീഡ് കുറച്ച് പറഞ്ഞത് അത് സ്പീഡ് കൂടി പോയതല്ല, അത് നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് കുറെ വൈഡായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് അകലേക്ക് പോയി മാത്രമേ ഉള്ളൂ. ആ പോയിന്റിൽ നിന്ന് കുറച്ച് വിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ സംസാരിച്ചത് മുഴുവൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ്. അതൊക്കെ പഠിക്കാനുള്ളതല്ല. പഠിക്കാനുള്ള നോട്ട് എവിടെ ഉണ്ട്, ആ അതിനകത്ത് പഠിക്കാനുള്ളത് നിങ്ങൾ പഠിക്കുക. ഇതാണ്. പിന്നെ കുറച്ച് നിങ്ങളെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രാ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ യെസ്. അപ്പോ എന്താ പറയാ, അപ്പൊ നമ്മള് ഇനി ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും എവിടെ കിടക്കുന്നുണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുടനീളം പഠിക്കാനുള്ളതാണ്. ഓക്കെ, സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതില് 2 ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻപേഷ്യന്റ് സർവീസസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി നോട്ട് എഴുതാൻ സമയമില്ല. സോ അടുത്ത ദിവസം ഞാൻ നോട്ട് തന്നിട്ടേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ നോട്ട് തന്നാൽ എന്താ പ്രത്യേകത അറിയോ? ഒത്തിരി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു 10-12 ഡിപ്പാർട്ട്മെന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തീരവുമില്ല. മാത്രമല്ല നിങ്ങൾ അത് അടുത്ത ടീച്ചർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവുകയും ചെയ്യും. സോ അടുത്ത ക്ലാസ്സിൽ ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ഞാൻ എഴുതി തന്നിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെക്കാം. ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്, യു ജസ്റ്റ് റിപ്ലൈ. ഇപ്പൊ നമുക്ക് നോക്കാലോ ആരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു എന്ന് എനിക്കറിയാലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നോട്ട് മാത്രം പഠിച്ചിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ വേണ്ട. നിങ്ങളിപ്പോ കാര്യം മനസ്സിലായല്ലോ, എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്താണ്, എന്ത് റിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെയാണ് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് മറുപടി പറയാൻ നോക്കാം. ഓക്കെ, അടുത്ത ദിവസം എനിക്ക് തോന്നണം നോട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ. Okay, ma'am. Okay. So see you next time. Thank you. Keep done. Take care. Bye. Thank you. Thank you, ma'am. 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 Thank you, ma'am.